Hi students, now we can move on to the second module of corporate relation. Second module നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, then some related terms regarding this like doctrine of indoor management, doctrine of ultra-vires, doctrine of outdoor management. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. Important documents used in the formation of company. We know at the time of incorporation of company, we need to submit certain documents to the registrar of company. Among that documents, the three important documents are Memorandum of Association, Article of Association, and Prospectus. We already discussed the topic Prospectus. Now, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനുമാണ്. സബ്മിറ്റ് ചെയ്യണം, ഈ രണ്ട് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഈ ഒരു മൊഡ്യൂളിൽ എന്താണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ എന്താണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അതിൻ്റെ ക്ലോസസ് എന്താണ്, അതെങ്ങനെ ഓൾട്ടർ ചെയ്യും എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പം ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ മുൻപാകെ സബ്മിറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 3 ഡോക്യുമെൻ്റാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ്. ഈ ഡോക്യുമെൻ്റ്, ഈ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഇല്ലാതെ കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല ഈ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതെ. ഓക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് ദിസ് കമ്പനി വിൽ നോട്ട് ഗെറ്റ് ഇൻകോർപ്പറേറ്റഡ്. കമ്പനിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല, കമ്പനിക്ക് ഫെർദർ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് ചാർട്ടർ ഓഫ് ദ കമ്പനി. വാട്ട് ഈസ് ചാർട്ടർ? ചാർട്ടർ ഈസ് ആക്ച്വലി റൂൾ ബുക്ക്. കമ്പനിയുടെ റൂൾ ബുക്കാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. കോൺട്രറി ടു ദിസ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ, ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യവും കമ്പനിയിൽ ചെയ്യാൻ പറ്റത്തില്ല. കമ്പനിയിൽ ഈ റൂൾ ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് കമ്പനിയിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ചാർട്ടർ ഓർ റൂൾ ബുക്ക് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ്, ഇറ്റ് കണ്ടെയ്ൻ ദ പവർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അധികാര പരിധികൾ ഏതൊക്കെയാണ്, കമ്പനിയുടെ ഒബ്ജക്റ്റ്, അതായത് കമ്പനി എന്തിന് ഫോം ചെയ്തു, ആ ഒരു പർപ്പസ് എന്താണ്, കമ്പനിയുടെ ഗോൾ, മിഷൻ, വിഷൻ, എല്ലാ കാര്യങ്ങളും എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി. സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ആംബിറ്റ് ഓഫ് ഓപ്പറേഷൻ, കമ്പനി എന്തൊക്കെ പ്രവർത്തിക്കണം, എന്തൊക്കെ ജോലികളാണ് ഒരു കമ്പനി എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങളെല്ലാം എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, സ്കോപ്പ് ഓഫ് ഓപ്പറേഷനിൽ സ്പെസിഫൈ ചെയ്യുന്നു. കമ്പനിയുടെ ബൗണ്ടറി എന്താണ് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും എന്ത് ബൗണ്ടറിക്കകത്ത് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്തുകൂടാത്തത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കമ്പനി ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം എവിടെ സ്പെസിഫൈ ചെയ്യുന്നു, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ പറയുന്നതല്ലാത്ത ഒരു കാര്യവും കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, it can be altered, that is memorandum of association can be altered only according to provisions made in Companies Act according to its alterations. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ ഓൾട്രേഷൻസ് വരുത്തണമെങ്കിൽ. വാട്ട് ഈസ് ഓൾട്രേഷൻസ്? ദാറ്റ് ഈസ് ചേഞ്ചസ്, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യണമെന്നുണ്ട്. അമെൻഡ് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി, അങ്ങനെ ഓൾട്രേഷൻസ് വരുത്താം അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് അമെൻഡ് ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് ഓൺലി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് മെയ്ഡ് ഇൻ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പ്രകാരം മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ ഓൾട്രേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താം. നെക്സ്റ്റ്, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഡിഫൈൻസ് എ റിലേഷൻഷിപ്പ് ഓഫ് ദ കമ്പനി വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻ ആണ് ശരിക്കും എന്തിൽ സ്പെസിഫൈ ചെയ്യുന്നത്, മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ സ്പെസിഫൈ ചെയ്യുന്നു. ഓക്കെ,
അതായത് ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ടു ഔട്ട്സൈഡേഴ്സ്. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ കമ്പനി ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. കമ്പനിയും ഔട്ട്സൈഡേഴ്സിനും ഒരുപോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് ഔട്ട്സൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോക്യുമെൻ്റ് വായിക്കാതെ അവർ കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലും ഡീലിങ്സിലും ഏർപ്പെടാൻ പാടില്ല. ഓക്കെ, ഇത് ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനുള്ള ഇൻഫോർമേഷൻ, അതായത് കമ്പനിയുടെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ, ലിമിറ്റേഷൻസ്, എല്ലാ കാര്യങ്ങളും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ എല്ലാം ഔട്ട്സൈഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ കമ്പനി ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, ഇത് വായിക്കാതെ ഔട്ട്സൈഡേഴ്സ് കമ്പനിയുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ദാറ്റ് ഈസ് കോൺട്രി ടു ദ അല്ലെങ്കിൽ കമ്പനിയുടെ ബൗണ്ടറിക്ക് അപ്പുറത്തോട്ട് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതെങ്കിൽ ദെൻ ഇവിടെ കമ്പനിയും അതുപോലെ തന്നെ ഔട്ട്സൈഡറും ഒരുപോലെ റെസ്പോൺസിബിൾ ആണ്. കാരണം ഔട്ട്സൈഡറുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ വായിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ കമ്പനി ആസ് വെൽ ആസ് ഔട്ട്സൈഡർ. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് ഔട്ട്ഡോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഔട്ട്സൈഡേഴ്സിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് കൂടെയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ നെയിം കാണും. ഓക്കെ, ദാറ്റ് ഈസ് സാമ്പിൾ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, സെക്കൻഡ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി വിൽ ബി സിറ്റുവേറ്റഡ് ഇൻ ഹോങ്കോങ്. അതായത് സിറ്റുവേഷൻ ക്ലോസ് ആണ്, എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഏത് സ്റ്റേറ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി ക്ലോസിൽ എന്ന് പറയുമ്പം അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണോ, ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണോ, ഗ്യാരണ്ടീഡ് കമ്പനിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് അവർ കൊടുത്തേക്കുന്നത് ദ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദറ്റ് പെർട്ടിക്കുലർ കമ്പനി. ഇവിടെ ഡോളേഴ്സിലാണ് കൊടുത്തേക്കുന്നത്. എത്ര ഷെയർസ്, അതിൻ്റെ ഓരോ ഷെയറിൻ്റെയും വാല്യൂ എത്രയാണ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങളൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അതായത് ഒബ്ജക്റ്റ്, കമ്പനിയുടെ പർപ്പസ് എന്തായിരുന്നു എന്നുള്ളത്, ദെൻ സബ്സ്ക്രിപ്ഷൻ ക്ലാസ്, ഇത്തരം കാര്യങ്ങളും കൂടെ എന്തിൽ വരും? ഈ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് വരും. നെക്സ്റ്റ് ഫോം ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് അവരവർക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ദർ ആർ സം ഫോംസ് ഫോർ പ്രിപ്പയറിംഗ് ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് ഫോമുണ്ട്. ആൻഡ് നമുക്ക് ആ ഫോമിനകത്ത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ക്യാപിറ്റൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഓൾസോ ഓതറൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ കോളത്ത് നമ്മുടെ ഓതറൈസ് ക്യാപിറ്റൽ എത്രയാണോ അത്രയും ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഫോമിലേക്ക് പോവാം. ഫോം ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ് ടേബിൾ എ എന്ന് പറയുന്നത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അപ്പം കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് അവരുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ടേബിൾ എ. ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ ദർ ലയബിലിറ്റീസ് ലിമിറ്റഡ് ടു ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓരോ മെമ്പറും കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണോ അത്രയും മാത്രമേ അവരുടെ ലയബിലിറ്റി ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടേബിൾ ബി ഈസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ടേബിൾ ബി ഈസ് ദ ഫോം ഫോർ മെമ്മറാണ്ടം ഓഫ് എ കമ്പനി, അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. ഹിയർ ദ ലയബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർ ഗ്യാരണ്ടി ചെയ്യുന്നു, വൈൻഡിങ് അപ്പ് സമയത്ത് ഇത്ര എമൗണ്ട് തരാമെന്ന് ഗ്യാരണ്ടി ചെയ്യുന്നു. ഇവിടെ അത്രയും ഉള്ള ലയബിലിറ്റി ആർക്കുള്ളൂ? ഗ്യാരണ്ടീഡ് എമൗണ്ടിൻ്റെ അത്രയുള്ള ലയബിലിറ്റി ആർക്കുള്ളൂ? മെമ്പേഴ്സിനുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കമ്പനിയാണ്. ബട്ട് അവിടെ ഒരു പ്രത്യേകത കൂടെ പറയുന്നുണ്ട്, ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഇല്ല.
അപ്പം നിങ്ങൾ ചിന്തിക്കും അങ്ങനെയും കമ്പനിയുണ്ടോ ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ? യെസ്, ദർ ആർ കമ്പനീസ്, അങ്ങനെയും കമ്പനികളുണ്ട്. അവർ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ ഫണ്ട് റേസ് ചെയ്യുന്ന മറ്റേതെങ്കിലും സോഴ്സിലൂടെ ആയിരിക്കും അവർ റേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടേബിൾ ബി ഈസ് ഫോം ഫോർ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഓക്കെ, ഹിയർ ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദ ഗ്യാരണ്ടീഡ് എമൗണ്ട് ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഹിയർ ഷെയർ ക്യാപിറ്റൽ ഇല്ല. ഓക്കെ, next is table C. Table C is memorandum of association of a company limited by guarantee and having share capital. Here ഓൾസോ ദ കമ്പനി ഈസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അതായത് എത്രയാണോ ഗ്യാരണ്ടീഡ് എമൗണ്ട് പറയുന്നത് അത്രയേ ഉള്ളൂ ലയബിലിറ്റി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിയർ എന്തുണ്ട്, ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടേബിൾ സി ഈസ് ദ ഫോമാറ്റ് ഫോർ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. Next, table D. Table D is form for memorandum of association of an unlimited company and having and not having share capital. Okay, അതായത് അൺലിമിറ്റഡ് കമ്പനി. ഹിയർ ദ ലയബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ? ഇല്ല. അപ്പം ടേബിൾ ഡി ഈസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. Next is table E. Table E is memorandum of association of an unlimited company and having share capital. Here ഇവിടെയും liability എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ എന്തുണ്ട്? ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ടേബിൾ എ എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ അവരുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫോമാണ് ടേബിൾ എ. ദെൻ ടേബിൾ ബി എന്ന് പറയുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. ടേബിൾ സി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ടേബിൾ ഡി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അൺലിമിറ്റഡ് ലയബിലിറ്റിയുമാണ്, ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഇല്ല. ടേബിൾ ഇ. ടേബിൾ ഇ എന്ന് പറയുന്ന മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ആൻ അൺലിമിറ്റഡ് കമ്പനി ആൻഡ് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. നെക്സ്റ്റ്, വാട്ട് ആർ ഓൾ ദ കണ്ടൻസ് ഇൻ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ? ഓക്കെ, 6 ക്ലോസസ് ആണ് ഇവിടെ ഉള്ളത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനകത്തുള്ളത്. നേരത്തെ ഞാനൊരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഒരു സാമ്പിൾ നിങ്ങളെ കാണിച്ചായിരുന്നു. ഫസ്റ്റ് ഞാൻ അതിനകത്ത് എന്താണ് കാണിച്ചത്? നെയിം. ഓക്കെ, നെയിം ക്ലാസ്സിൽ എന്ന് പറയുന്നത് വിച്ച് ഇൻക്ലൂഡ് ദ കംപ്ലീറ്റ് നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. ആ കമ്പനിയുടെ കംപ്ലീറ്റ് നെയിം ഫോർ ടു എസ്റ്റാബ്ലിഷ് ഇസ് ഐഡൻറ്റിറ്റി. ആ കമ്പനിക്ക് ഒരു പ്രത്യേക എൻറ്റിറ്റി ഒരു വ്യക്തിത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ നെയിം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി. ആ കമ്പനിയുടെ പേരെന്തായിരുന്നു? സാമ്പിൾ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, ആൻഡ് നെയിം വി ക്യാൻ ചൂസ് എനി നെയിം സബ്ജക്റ്റ് ടു സം റെസ്ട്രിക്ഷൻസ്. നമുക്ക് ഏത് നെയിം വേണമെങ്കിലും സെലക്ട് ചെയ്യാം, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ഡിസൈറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു നെയിം ആയിരിക്കണം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി സിമിലർ ഓർ ഐഡൻറ്റിക്കൽ ടു എനി അതർ കമ്പനി. മറ്റേതെങ്കിലും കമ്പനിയുടെ പേരുമായിട്ട് സാദൃശ്യമുള്ള ഒരു പേര് നമ്മൾ ഇടാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ടാറ്റ, മഹേന്ദ്ര, റിലയൻസ്, അപ്പോൾ അതുപോലുള്ള നെയിമുകൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരുടെ ആ നെയിം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കോപ്പി ക്യാറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ലിമിറ്റഡ്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു കമ്പനി, അതൊരു പബ്ലിക് കമ്പനിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ABC ലിമിറ്റഡ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ കണ്ടു സാമ്പിൾ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, ഇനി പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ABC എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇനി ഒരു 1% കമ്പനി ആണെങ്കിൽ 1% കമ്പനി എന്ന് ആ നെയിമിനകത്ത് 1% ലിമിറ്റഡ് എന്ന് വരും. ആ നെയിം പ്ലസ് 1% ലിമിറ്റഡ് എന്ന് വരും. ഇനി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് സിംപ്ലി ABC എന്ന് മാത്രമേ കാണൂ. ഇപ്പം സപ്പോസ് സാമ്പിൾ കമ്പനി ലിമിറ്റഡ് അല്ലെങ്കിൽ XY കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ SY എന്ന് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് എന്ന വേർഡ് ആഡ് ചെയ്യുന്നു, നെയിമിൻ്റെയോടൊപ്പം ലിമിറ്റഡ് എന്ന വേർഡ് ആഡ് ചെയ്യുന്നു. പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നെയിം പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, 1% കമ്പനി ആണെങ്കിൽ 1% നെയിം 1% ലിമിറ്റഡ്. ഓക്കെ, ഇനി നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെന്നെങ്കിൽ സിംപ്ലി നെയിം മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നെയിം ക്ലാസ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ്
സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയുമ്പം നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് ടു ബി സിറ്റുവേറ്റഡ്. നമ്മൾ നേരത്തെ തന്നെ കണ്ടായിരുന്നു ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ആ കമ്പനി നിൽക്കുന്ന സ്റ്റേറ്റ് ഹോങ്കോങ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി സിറ്റുവേറ്റഡ്. ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ അതാണ് എവിടെ വരുന്നത്, സിറ്റുവേഷൻ ക്ലോസിൽ വരുന്നത്. ഓക്കെ, രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് വെച്ചാൽ എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസ് ഇസ് എ പ്ലേസ് വെയർ ഓൾ ദ ഡോക്യുമെൻറ്റ് ഓഫ് ദ കമ്പനി ആർ കെപ്റ്റ്. ആ കമ്പനിയുടെ എല്ലാ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റും രജിസ്റ്റേഴ്സും വെച്ചേക്കുന്ന ഓഫീസാണ് എന്തെന്ന് പറയുന്നത്, പ്ലേസ് ഓഫ് വർക്കിംഗ് ചെയ്യുന്ന ആ ഓഫീസാണ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റേർഡ് ഓഫീസ് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതാണോ അതാണ് ഇവിടെ വരുന്നത്, സിറ്റുവേഷൻ ക്ലോസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സും നമ്മുടെ ഫയൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വേറൊരിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ROCയുടെ ഇൻഫോം ചെയ്യണം. അതിന് ചില ഫോമാറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സിംപ്ലി സിറ്റുവേഷൻ ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ഈസ് സിറ്റുവേറ്റഡ്. ഏത് സ്റ്റേറ്റ് ആണോ അത് സ്പെസിഫൈ ചെയ്യുക. ആൻഡ് വാട്ട് ഈസ് രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഓൾ ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി ആർ കെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുമ്പം ഇറ്റ് സ്പെസിഫൈ ദ പർപ്പസ് ഫോർ വിച്ച് ദ കമ്പനി ഈസ് ഫോംഡ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് കമ്പനിയുടെ ഗോൾ, മിഷൻ, വിഷൻ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് എവിടെ വരുന്നത്, ഒബ്ജക്റ്റ് ക്ലോസിനകത്ത് വരുന്നത്. അപ്പം മെയിൻ ഒബ്ജക്റ്റും കാണും, പിന്നെന്താണ് സെക്കൻഡറി ഒബ്ജക്റ്റുകളും ഏതിൽ കാണും, ഒബ്ജക്റ്റ് ക്ലോസിൽ കാണും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലീഗൽ ആയിരിക്കണം, നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള കാര്യമൊന്നും ആകാൻ പാടില്ല. ആൻഡ് ഷുഡ് നോട്ട് ബി കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ഓക്കെ, നിയമത്തെ എതിർത്തുകൊണ്ടല്ല, അതിൻ്റെ പെർവ്യൂവിൽ കടന്നുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഒന്നും ആകാൻ പാടില്ല. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്മഗ്ലിങ് അതെന്നൊക്കെ പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ആകാൻ പാടില്ല. അപ്പം ഓൺ ഒബ്ജക്റ്റ് ക്ലോസിൽ വരുന്ന ഒബ്ജക്റ്റ് ആൻഡ് മെയിൻ ആയിക്കോട്ടെ സെക്കൻഡറി ആയിക്കോട്ടെ ദാറ്റ് ഷുഡ് ബി ലീഗൽ, ദാറ്റ് ഷുഡ് ബി മോറൽ ആൻഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി കോൺട്രറി ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് വെദർ ദ കമ്പനി ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി ആണോ, അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ആണോ, ഗ്യാരണ്ടി കമ്പനി ആണോ, അങ്ങനെയുള്ള കാര്യമാണ് ഇവിടെ വരുന്നത് ലയബിലിറ്റി ക്ലോസിനകത്ത് വരുന്നത്. അപ്പം നേരത്തെ ഫോർമാറ്റ് നമ്മൾ കണ്ടായിരുന്നു, അവിടുത്തെ കമ്പനി എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയാണ്. ഓക്കെ, next is capital clause. Capital clause specifies the amount of share capital with which the company is to be registered. അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ ഹോൾ ലൈഫിൽ മൊത്തമായിട്ട് റേസ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന ആ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ അവരുടെ ഹോൾ ലൈഫിൽ, ആ കമ്പനിയുടെ ഓവറോൾ ലൈഫിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എത്ര ഷെയർ ക്യാപിറ്റൽ ആണ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ വരുന്നത്. അത് ഇക്വിറ്റി ആയിക്കോട്ടെ പ്രിഫറൻസ് ആയിക്കോട്ടെ. വൺസ് അവരുടെ ഓവറോൾ ക്യാപിറ്റൽ അല്ലെങ്കിൽ വൺസ് അവരുടെ മാക്സിമം എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ കൂടുതൽ അവർക്ക് റേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്നാണ് ഇവിടെ വരുന്നത് ക്യാപിറ്റൽ ക്ലോസ്. നമ്മൾ നേരത്തെ കണ്ട ഫോർമാറ്റിൽ കണ്ടായിരുന്നു ഓതറൈസ്ഡ് ക്യാപിറ്റൽ കൊടുത്തേക്കുന്ന ഡോളറിലാണ്, എത്ര ഷെയർസ് എത്ര രൂപയുടെ ഷെയർസ് എന്ന് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അസോസിയേഷൻ ക്ലോസ്. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് ഈ ഒരു കമ്പനിയിലുള്ളത് എന്ന് ആൻഡ് ദെയർ ഡിക്ലറേഷനാണ് ഇവിടെ വരുന്നത് അസോസിയേഷൻ ക്ലോസിനകത്ത് വരുന്നത്. ഇനി സക്സസർ ക്ലോസ്. ഈ സക്സസർ ക്ലോസ് ശരിക്കും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ 1 person കമ്പനി. 1 person കമ്പനിക്കാണ് ഈ സക്സസർ ക്ലോസ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയാണ് ആ 1 person കമ്പനി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ മാൻസ് ഡെത്ത്, ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഡെത്തിന് ശേഷം ആ 1 person കമ്പനി ആരാണ് കൊണ്ടുപോകേണ്ടതെന്ന് നോമിനേറ്റ് ചെയ്യണം, സക്സസറുടെ പേര് കൊടുക്കണം. അപ്പം അതിനുള്ള ക്ലാസ്സാണ് സക്സസർ ക്ലോസ്. നെക്സ്റ്റ് ഓൾട്രേഷൻ ഓഫ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞായിരുന്നു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്ക് ഓൾട്രേഷൻസ് വരുത്താം, ചേഞ്ചസ് വരുത്താം, അമെൻഡ് ചെയ്യാം. ബട്ട് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ഇൻ കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രകാരം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമുക്ക് നെയിം ക്ലോസിൽ ഓൾട്രേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ, അതായത് നെയിം നമ്മുടെ കമ്പനിയുടെ പേരിൽ നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഫ്രം പ്രൈവറ്റ് ടു പബ്ലിക് ആക്കണം, അല്ലെങ്കിൽ പബ്ലിക് ടു പ്രൈവറ്റ് ആക്കണം, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾട്ടർ, നമുക്ക് ഓൾട്രേഷൻ ചെയ്യാം.
അതിന് കുറച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് വി നീഡ് ടു പാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് റിട്ടൺ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിക്കണം. അത് മാത്രമല്ല നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ആദ്യം പാസ്സാക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെജോറിറ്റിയുടെ അപ്രൂവൽ 3/4 അപ്രൂവലിനെയാണ് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ അംഗീകാരത്തോടു കൂടി നമുക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യാം. അതുവഴി നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നെയിം ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെയിം ക്ലോസ് അല്ലെങ്കിൽ നെയിം ഓൾട്ടേർഡ് ചെയ്യാം ബൈ പാസിങ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഗെറ്റിംഗ് ദ റിട്ടൺ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. നെക്സ്റ്റ് ഈസ് രജിസ്റ്റേർഡ് ഓഫീസിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുന്നെങ്കിൽ, ദാറ്റ് ഈസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ സെയിം ടൗൺ. അപ്പം ഒരേ ടൗണിൽ തന്നെ ഇപ്പം സെയിം ടൗണിൽ തന്നെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നെങ്കിൽ, നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് മൂവ് ഓൺ ചെയ്യുന്നെങ്കിൽ അവിടെ നമുക്ക് ഒരു ഓർഡിനറി റെസൊല്യൂഷൻ്റെ കാര്യമേ ഉള്ളൂ. മെജോറിറ്റി അപ്രൂവൽ ഒന്നും വേണ്ട, ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ബട്ട് ഫ്രം വൺ ടൗൺ ടു അനദർ ടൗൺ ഇൻ സെയിം സ്റ്റേറ്റ്, അതായത് ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ട്രിവാൻഡ്രത്തിൽ നിന്നും എറണാകുളത്തേക്കാണ് നമ്മുടെ ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക്, അതായത് സെയിം ടൗണിൻ്റെ തന്നെ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പം ഓർഡിനറി റെസൊല്യൂഷൻ മതി. വേറസ് സെയിം സ്റ്റേറ്റ്, ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നും എറണാകുളത്തോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും 3/4 മെജോറിറ്റിയുടെ അപ്രൂവൽ വേണം. ഇനി ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ സ്റ്റേറ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് കേരളത്തിൽ നിന്നും നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് തമിഴ്നാട്ടിലോട്ടോ കർണാടകത്തിലോട്ടോ മാറ്റുകയാണെങ്കിൽ ആ ഒരു സമയത്ത് സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം. 2 സ്റ്റേറ്റുകളിലെയും രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അപ്രൂവൽ വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. അതായത് ഞാൻ മാറ്റുന്നു എന്നുള്ളത്, ഇപ്പം ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകത്തിലോട്ടാണ് പോകണമെങ്കിൽ കേരളത്തിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനിയും അതുപോലെ തന്നെ കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെയും അപ്രൂവൽ വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇനി ഇപ്പം ഞാൻ കേരളത്തിൽ നിന്ന് കർണാടകത്തിലോട്ടാണ് എൻ്റെ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് പുതിയ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യണം, കർണാടകത്തിലെ രജിസ്ട്രാർ ഓഫ് കമ്പനി ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രൊസീജിയറാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൽ ഓൾട്ടറേഷൻസ് വരുത്തുന്നെങ്കിൽ വരുന്നത്. സെയിം ലൊക്കാലിറ്റി ആണെങ്കിൽ ഓർഡിനറി റെസൊല്യൂഷൻ മതി. സെയിം സ്റ്റേറ്റിൽ തന്നെ ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലോട്ടാണെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഇനി വൺ സ്റ്റേറ്റ് ടു അനദർ ആണെങ്കിൽ 2 സ്റ്റേറ്റിൻ്റെയും രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ അപ്രൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ, ദെൻ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഒബ്ജക്റ്റ് ക്ലോസ് നമുക്ക് പുതിയ ഇന്നോവേഷൻസ് വരുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ വികസിപ്പിക്കുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒബ്ജക്റ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം, പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വാങ്ങിച്ചിരിക്കണം. ഇനി ക്യാപിറ്റൽ ക്ലോസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ക്യാപിറ്റൽ ചെറിയ റിഡക്ഷൻസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൽ എന്തെങ്കിലും മാറ്റം ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ we need to pass a special resolution with central government approval. Central government approval, registrar of company കൂടെ central government approvalum special resolutionും ഉണ്ടായിരിക്കണം. Okay, thank you.